എല്ലാവർക്കും നഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ബീഫ് തട്ടുകട കറിയാണ്. അതിനാദ്യം അരക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ അളവ് ഞാനിവിടെ എഴുതി കൊടുക്കുന്നുണ്ട്. പെപ്പർ, ഗാർലിക്, ജിഞ്ചർ, ചില്ലി പൗഡർ, കൊറിയാണ്ടർ പൗഡർ, ടർമറിക് പൗഡർ, പെരിഞ്ജീരകം, പിന്നെ ഗ്രാമ്പൂ, കറുവപ്പട്ട, ഏലക്കായ്, കുറച്ച് വെള്ളം, ഇതൊക്കെ ചേർത്ത് നല്ല പേസ്റ്റാക്കി വെക്കാം. ഒരു ബീഫ് 1/2 കിലോ എടുത്ത് അതിലേക്ക് ഉള്ളി, ചെറിയ ഉള്ളി കട്ട് ചെയ്തത്, പച്ചമുളക്, ഇഞ്ചി, ഉപ്പ്, കോക്കനട്ട് ഓയിൽ. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. അതിലേക്ക് ചെറിയ പീസ് കായ, ഒരു 2 പീസ് കായ്മുളകും കറിവേപ്പിലയും ചേർത്തിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ലോണം വഴന്ന് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് സാധാ ഉള്ളി നീളത്തിൽ നേരിയതായിട്ട് കട്ട് ചെയ്ത് വെച്ച ഉള്ളിയാണ്, നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ശേഷം ഇഞ്ചി ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തതും പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇതേപോലെ നല്ല വഴന്ന് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ആ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ചില്ലിൻ്റെ പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ബീഫ് ക്ലീൻ ചെയ്ത് വെച്ച് ബീഫ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടിയിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് ഏകദേശം ഒരു 3/4 വേവാകുമ്പോൾ നമ്മളൊരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 1/2 ടീസ്പൂണിൻ്റെ അത്ര മുളക് പൊടി ചേർത്ത് മിക്സ് ചെയ്തിട്ട്, നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ നന്നായിട്ട് ഒരു 1 ടീസ്പൂണിൻ്റെ അത്ര മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് വെന്ത് വരുന്ന ബീഫിൻ്റെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒന്നുകൂടെ അടച്ചിട്ട് നല്ലോണം ചാറ് നല്ല കുറുകി വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. നല്ല ശരിയായ തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യുക. റൊട്ടിയുടെ കൂടെയൊക്കെ കഴിക്കാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് റെസിപ്പിയുമായി വരുന്നത് വരെ ബായ്.